ഹലോ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ എ സി ഫിൽട്ടർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ടെക്നീഷ്യൻസിൻ്റെ ഒന്നും ഒരു സഹായമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ സ്വയം എങ്ങനെയാണ് ഫിൽട്ടർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടത്. അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുമുണ്ട് ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഫിൽട്ടർ പുറത്തെടുക്കണം, പിന്നെ പൊടി മാറ്റണം, കഴുകണം, ഉണക്കണം, വീണ്ടും ഫിക്സ് ചെയ്യണം. അതിനിടയിൽ ഫിൽറ്റർ പുറത്തെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൊടി മാറ്റുന്ന സമയത്തും കഴുകുന്ന സമയത്തും ഉണക്കുന്ന സമയത്തും എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണവും അതുകൊണ്ടുള്ള ഗുണവും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് കറണ്ട് ബില്ല് കുറയാൻ സഹായിക്കും. ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പൊടി അടിഞ്ഞു കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പൊടി അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ നമ്മുടെ എ സി കംപ്രസർ നന്നായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് ഒക്കെ കുറഞ്ഞ് പൊടി അടിഞ്ഞു കൂടിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കൂളിംഗ് പുറത്തേക്ക് വരുന്നത് കുറയും. അങ്ങനെ കംപ്രസർ കൂടുതൽ പണിയെടുക്കേണ്ടതായിട്ട് വരും. അതിന് കൂടുതൽ എനർജി എടുക്കേണ്ടതായിട്ടും വരും. അപ്പോഴാണ് നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഓരോ ഘട്ടങ്ങളും എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എ സി എങ്ങനെയാണ് അഴിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മെയിൻ പ്ലഗ് ഓഫ് ചെയ്തിരിക്കണം. എ സിയുടെ മെയിൻ പ്ലഗ് ഓഫ് ചെയ്തിരിക്കണം. കാരണം അതിൽ നിന്ന് ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾ എ സിയിലേക്ക് തൊടാൻ വേണ്ടി തുടങ്ങാവൂ. രണ്ടാമത്തേത് ബലം പ്രയോഗിക്കരുത്. ഫിൽറ്റർ ഊരിയെടുക്കുമ്പോൾ നിങ്ങൾ ബലം പ്രയോഗിക്കാൻ പാടില്ല. ഫിൽറ്റർ കനം കുറഞ്ഞ ഒരു നേരിയ സാധനമാണ്. അപ്പോൾ അത് വളവ് വരാനും ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല അത് ഊരുമ്പോഴും ഇടുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുകുമ്പോഴൊക്കെ ബലം പ്രയോഗിക്കാതെ മെല്ലെ നമ്മൾ സോഫ്റ്റായിട്ട് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഡാമേജ് വരുന്നതുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് പൊടികൾ, ഇത് എ സിയുടെ ഉള്ളിലുള്ള പൊടികൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു മാസ്കും ഒരു കയ്യുറയും ധരിക്കുന്നത് നിങ്ങൾക്ക് സുരക്ഷയായിരിക്കും ഫിൽറ്റർ പുറത്തെടുക്കുമ്പോൾ. കാരണം അതിൽ നല്ല പൊടികളുണ്ടാവും. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ പൊടി തട്ടുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് അഴിക്കുന്നതും പിന്നെ കഴുകുന്നതൊക്കെ നോക്കാം. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിൽറ്റർ പുറത്തെടുക്കുക എന്നുള്ളതാണ്. സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത ശേഷം കവർ തുറന്ന് ഫിൽറ്റർ പുറത്തെടുക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത് ഹെയറിൻ്റെ DC ഇൻവെർട്ടർ AC ആണ്. ഇതെങ്ങനെയാണ് നമ്മൾക്ക് പുറത്തെടുക്കുക എന്നുള്ളത് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ എ സിയുടെ സൈഡിലായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അതായത് ഒരു ഫിംഗർ പോകുന്ന ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇത് 2 ഭാഗത്തും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ച് അതിനെ ഒന്ന് പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്ക് തള്ളിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വിട്ടുവരും. പിന്നീട് സെൻറ്റർ ഭാഗത്തുള്ളതും ഒക്കെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നിഷ്പ്രയാസം ഊരിയെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മൾ മേലോട്ട് അതിനെ ഒന്ന് ഉയർത്തി വെച്ചാൽ മാത്രം മതി, അതവിടെ നിന്നോളും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതവിടെ സേഫായിട്ട് അവിടെ നിന്നോളും. സ്വിച്ച് ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നിന്ന ശേഷം ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഫിൽറ്റർ പുറത്തെടുക്കുക എന്നുള്ള കാര്യമാണ്. ഇത് മെല്ലെ ഫിൽറ്റർ ഒന്ന് മുകളിലോട്ടൊന്ന് കയറ്റി പിന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് മെല്ലെ പുറത്തെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ബലം പ്രയോഗിക്കരുത്, ഫിൽറ്ററിന് ഡാമേജ് വരും. അപ്പോൾ മെല്ലെ ഓരോ ഫിൽറ്ററായിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫിൽറ്ററിനുള്ളിൽ എത്രത്തോളം പൊടിയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടർ ഏരിയയിലൊക്കെ എ സിയുടെ ഔട്ടർ ഏരിയയിലൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾക്ക് ഈ പൊടി മാറ്റുക എന്നുള്ളതാണ്. പൊടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോയി വാഷ് ചെയ്യാൻ പാടില്ല, നേരിട്ട് വാഷ് ചെയ്യാൻ പാടില്ല. പൊടി അവിടെ തന്നെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ ഫിൽറ്റർ എടുത്ത ശേഷം നല്ലൊരു ക്ലീൻ ക്ലോത്ത് കൊണ്ട് ഈ പൊടി നമ്മൾ തട്ടിക്കളയണം. നന്നായിട്ട് ഈ ഫിൽറ്ററിലെ പൊടി മുഴുവൻ തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത്രത്തോളം പൊടി ഇതിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ എ സി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഫിൽറ്റർ ക്ലീൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ പൊടി ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട്
തട്ടിക്കളയാം. അപ്പോൾ AC കൂളിംഗ് ഇല്ലാത്ത പ്രശ്നമൊക്കെ ഈ ഒരു ഫിൽറ്റർ ഇങ്ങനെ പൊടി അടിഞ്ഞു കൂടിയിരിക്കുന്നത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്ലോത്ത് വെച്ച് 2 ഫിൽറ്ററും നന്നായിട്ട് എല്ലാ പൊടിയും തട്ടിക്കളയാം. പൊടി തട്ടാതെ നിങ്ങൾ നേരിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആണെങ്കിൽ അത് പൊടി അതിൽ തന്നെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം പൊടിയൊക്കെ തട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ബലം പ്രയോഗിക്കരുത്, ഫിൽറ്ററിന് ഡാമേജ് വരും. നിവർത്താനും ശ്രമിക്കരുത്. ഇതൊരു കേർവ് ഷേപ്പിലാണ് ഉണ്ടാവുക, അത് നിവർത്താനൊന്നും ശ്രമിക്കരുത്. ഇനി 3rd സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകലാണ്. തണുത്ത വെള്ളത്തിൽ കഴുകുക, ചൂട് വെള്ളത്തിലൊന്നും കഴുകാൻ പാടില്ല. ഫിൽറ്റർ നന്നായിട്ട് പൈപ്പ് വാട്ടറിൽ തന്നെ നിങ്ങൾക്ക് കഴുകിയെടുക്കാം. നന്നായിട്ട് വൃത്തിയിൽ. വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉപയോഗിച്ച് ഉരച്ച് കഴുകുകയൊന്നും വേണ്ട. പൊടി ഓൾറെഡി പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കാണാത്ത പൊടികളൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈപ്പ് വാട്ടറിൽ കഴുകുന്നത്. നന്നായിട്ട് വൃത്തിയാകുന്നത് വരെ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഉണക്കുക, വീണ്ടും ഘടിപ്പിക്കുക. ഉണക്കുന്ന സമയത്ത് നിങ്ങൾ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാൻ പാടില്ല. നേരിട്ട് സൺലൈറ്റ് ഒന്നും ഇതിലേക്ക് തട്ടാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എയർ ഡ്രൈയിൽ തന്നെ ഉണക്കാൻ ശ്രമിക്കുക. നന്നായിട്ടൊരു തുണി, നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് എയറിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണങ്ങിക്കോളും. ഇനി നന്നായി ഉണങ്ങിയ ശേഷം ഇത് വീണ്ടും തിരിച്ച് ഘടിപ്പിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ AC-യുടെ ഈ ഭാഗത്തുള്ള ഉള്ളിലുള്ള പൊടിയൊക്കെ നിങ്ങൾക്ക് മെല്ലെ ഒരു തുണി വെച്ചിട്ട് തട്ടി കൊടുക്കാം. ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച്. ഈ കാണുന്ന ഈ കർവിൽ 2 സൈഡിലെ കർവിലൂടെയാണ് നമ്മൾ ഈ AC ഉള്ളിലേക്ക് ഇടുന്നത്, ഫിൽറ്റർ ഉള്ളിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ തന്നെ വെക്കുക. എടുത്ത പോലെ തന്നെ തിരിച്ച് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളിലേക്ക് വെക്കുന്നത് ഇങ്ങനെ പിടിച്ച ശേഷം ആ ഒരു ഇപ്പോൾ മുന്നേ കാണിച്ച ആ കർവിലേക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് താഴേന്ന് ഒന്ന് മെല്ലെ ഒന്ന് അവിടെ സേഫായിട്ട് വെക്കുക. ഇതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ് ഫിൽറ്ററും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി നമ്മൾ 2 ഫിൽറ്ററും വെച്ച ശേഷം ഇങ്ങനെ നേരത്തെ തുറന്ന പോലെ തന്നെ നന്നായിട്ട് ഒന്ന് താഴേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ക്ലോസ് ആയിക്കോളും. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക, ഫിൽറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, AC വർക്ക് ചെയ്യുന്നുണ്ടോ, ഫിൽറ്റർ വെച്ചത് ശരിയായ പൊസിഷനിലാണോ എന്നൊക്കെ ഒന്ന് AC-യുടെ സ്വിച്ച് ഇട്ട് നമ്മൾ കൂളിംഗ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ റിമോട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് പവർ സ്വിച്ചാണ്, ഓൺ ആവുന്നുണ്ട്. ഇത് കൂളാണ്. പിന്നെ ഇത് ടെമ്പറേച്ചർ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇത് സ്വിങ് ആണ്. സ്വിങ് നമുക്ക് ആ ഒരു വിൻഡോ ഇങ്ങനെ കൂൾ എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് സ്ലീപ്പ് മോഡാണ്. ടൈമറുണ്ട്, ലോക്ക് ചെയ്യാം, ലൈറ്റ് ഉണ്ട്, റീസെറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 16-ലൊക്കെ ഇട്ട് 16-ലൊക്കെ ഇട്ടിട്ട് നമ്മൾ AC ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ച് നല്ല റൂമൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരു പവർ സേവിങ് ചെയ്യണമെങ്കിൽ, അതായത് കറണ്ട് ബില്ലൊക്കെ കുറയണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 26, 27, 28 പോകുന്നവർക്ക് അങ്ങനെ പോവാം. 27-ലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീപ്പ് മോഡ് ഓൺ ചെയ്യാം. സ്ലീപ്പ് മോഡ് ഓൺ ചെയ്ത ശേഷം സ്ലീപ്പ് മോഡ് ഓൺ കഴിഞ്ഞാൽ ഈ റിമോട്ടിൽ ഇങ്ങനെ ഒരു മാർക്കാണ് വരുന്നത്, ഒരു ക്ലോക്കിൻ്റെ. ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കറണ്ട് ബില്ല് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്രയും വലിയ ബില്ലൊന്നും വരില്ല. സ്ലീപ്പ് മോഡ് ഓൺ ആക്കിയാൽ നമ്മുടെ AC-യിലുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സ്ലീപ്പ് മോഡിലിട്ട് ഒരു 27-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം റൂം തണുക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫാനിന് നമുക്ക് ഒരു 1-ലൊക്കെ ഇട്ടിട്ട് ഫാന് നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എനർജി സേവിങ് നമുക്ക് കിട്ടും. ഈ ഒരു സിങ്ങും കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ
റൂം മൊത്തത്തിൽ ആ ഒരു തണുപ്പ് പോവുകയും ചെയ്യും. പിന്നെ ഫാനിൻ്റെ കാറ്റ് വെച്ചിട്ട് റൂം മൊത്തം തണുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.